പി അപ്പുക്കുട്ടൻ മാഷ് കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക നേതാവ്, പ്രഭാഷകനും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി, കേരള സംഗീത അക്കാദമിയുടെ സെക്രട്ടറി, ദൃശ്യ പയ്യന്നൂർ തുടങ്ങി വിവിധ സംഘടനകളുടെ സാരഥ്യവുമായിട്ടുള്ള അപ്പുക്കുട്ടൻ മാഷ് ഇന്നും വളരെ സജീവതയോടുകൂടി കലാ സാംസ്കാരിക പ്രവർത്തനത്തിൽ പയ്യന്നൂരിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പുക്കുട്ടൻ മാഷെ നമുക്ക് പരിചയപ്പെടാം. അധ്യാപന ജീവിതത്തിലേക്ക് വരുന്നത് വരെയുള്ള കാലഘട്ടം നമുക്കൊന്ന് ഓർമ്മിക്കാനാവില്ലേ? ചെറിയൊരു ഓർമ്മയുണ്ടാവും. അറിയുന്ന കാര്യം മാഷിൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് അധ്യാപന ജീവിതത്തിലേക്ക് ആദ്യ ഘട്ടത്തിൽ കിട്ടിയൊരു ജോലി എന്നുള്ള നിലക്ക് അധ്യാപക ജീവിതം എങ്ങനെയാണ് തുടങ്ങുന്നത്, അതുവരെയുള്ള ജീവിതത്തിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഒരു വിവരണം. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കണമെങ്കിൽ അന്ന് ഫീസ് കൊടുക്കണം. മാസത്തിൽ 6 രൂപ ഫീസ്. 6 രൂപ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വലിയ പൈസയാണ്. അപ്പോൾ അത് കിട്ടാനൊരു വഴി എനിക്കില്ല. അച്ഛൻ എന്നോട് അത്ര അടുപ്പമില്ല, അച്ഛനകന്നിട്ടാണ്. പിന്നെ എൻ്റെ അമ്മ ജോലി ചെയ്തിട്ടാണ് ആ കാശുണ്ടാക്കിയിട്ട് എനിക്ക് ഫീസ് അടക്കാൻ വേണ്ടി തരുന്നത്. അങ്ങനെ ഫീസ് അടച്ച് പഠിച്ചു, നല്ലോണം പഠിച്ചു. അതുകൊണ്ട് ആ രീതിയിൽ പഠനത്തിൽ എല്ലാ ക്ലാസ്സുകളിലും നല്ല വിജയം കിട്ടി. അധ്യാപകന്മാരൊക്കെ എന്നെ അനുമോദിച്ചു. ആ ഒരു ട്രഡീഷനിലേക്കാണ് തുടർന്ന് പോകുന്നത്. മലയാളം ആയിരുന്നു വിഷയം, മലയാളം അധ്യാപകനായിരുന്നു. മലയാളം എടുക്കാനുള്ള കാരണം എന്തായിരിക്കും? അത് ഈ ഭാഷയോടും സാഹിത്യത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ്. അത് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ പറഞ്ഞല്ലോ ആ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ സഞ്ജയൻ വായനശാല നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഗ്രന്ഥാലയമാണ്. അവിടെ സ്ഥിരമായി പോകും. അവിടുന്ന് പുസ്തകം എടുക്കും. പുസ്തകങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. പിന്നെ KP കുഞ്ഞിരാമൻ പോലുള്ള ആളുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് ഈ മലയാള സാഹിത്യത്തോടും ആ സാഹിത്യം പഠിപ്പിക്കുന്ന പുസ്തകങ്ങളോടുമൊക്കെ വലിയൊരു ആഭിമുഖ്യം ഉണ്ടായി. ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പ്രഭാഷകൻ എന്നുള്ള KP കുഞ്ഞിരാമൻ ഒരു സംശയമില്ല അല്ലേ? അദ്ദേഹത്തിന്റെ നാടകങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, നല്ലോണം ചെലുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ അധ്യാപകനായി ജോലി ചെയ്തു. നീണ്ട വർഷത്തെ അധ്യാപന ജീവിതമുണ്ട്. ഈ അധ്യാപന ജീവിതത്തിന് മാഷ് ഒരു ഘട്ടത്തിൽ അധ്യാപന ജീവിതം ഒരു ഭാഗത്താണ്, പക്ഷേ കേരളത്തിലെ നിറഞ്ഞു നിന്ന ഒരു കലാസാംസ്കാരിക പ്രവർത്തന മേഖലയിലേക്ക് മാഷ് മാറുകയാണ്. അതിൻ്റെ ഒരു കാരണം എന്താണ്? ഇത്തരം ഒരു മേഖലയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കാരണം? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകന്മാർ പലരും ഈ സാഹിത്യത്തോടുള്ളൊരു ആഭിമുഖ്യം വളർത്തുന്നവരായിരുന്നു. ഇപ്പോൾ KS രാമൻ മാഷൊക്കെ ഉണ്ട്, പഴയ അധ്യാപകനാണ്. മാഷിൻ്റെ അധ്യാപകൻ? എൻ്റെ അധ്യാപകൻ. ക്ലാസ്സിൽ വന്നാൽ അത് വളരെ രസകരമായ ക്ലാസ്സായിരിക്കും. ആ രീതിയിൽ പഠിപ്പിച്ച ഇതുകൊണ്ടാണ് സാഹിത്യത്തോടൊരു ആഭിമുഖ്യം വരാൻ കാരണം. പിന്നെ സഞ്ജയൻ വായനശാല തൊട്ടടുത്താണ്. എപ്പോഴും അവിടെ ചെല്ലാം, വായിക്കാം. ധാരാളം വായിക്കാനുണ്ട്, അതൊക്കെ വായിക്കും. പിന്നെ മറ്റൊന്ന് KPയുടെ പ്രസംഗം. അതല്ലോ ഒരു അത്ഭുതകരമായ പ്രസംഗമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഗാനഗംഭീരമായ ശബ്ദം, ഈ പുരാണത്തിലും ഇതിഹാസങ്ങളിലും സമകാല സാഹിത്യങ്ങളിലും ഒക്കെ കൂടിയുള്ള സഞ്ചാരങ്ങൾ, പിന്നെ മനോഹരമായ കവിതാലാപനങ്ങൾ, ഇതൊക്കെ നിറഞ്ഞിട്ടുള്ള പ്രഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അത് കേട്ടിരുന്നാൽ മതിയാവില്ല. അതിലാണ് ശരിക്കും സാഹിത്യത്തോട് വലിയൊരു ആഭിമുഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ച KS രാമൻ മാഷ് പോലെയുള്ള അധ്യാപകന്മാരും അതിന് നേതൃത്വം നൽകി. KS രാമൻ മാഷ് അത് കൂടാതെ കണ്ട് മറ്റധ്യാപകരെ മനസ്സിൽ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. സ്വാധീനിച്ച അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് കലാ സാംസ്കാരിക മേഖലയിലേക്ക് മാഷിൻ്റെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണക്കാരായിട്ടുള്ള അധ്യാപകരോ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ ആളുകൾ ആരെങ്കിലും? അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിരവധി അധ്യാപകന്മാർ, അവർ ഈ നാട്ടുകാരല്ല, പലരും പുറമേ നിന്ന് വരുന്നവരാണ്. അതെ, അവരെ ക്ലാസ്സുകളിൽ ഇരുന്നിട്ടുള്ള ഒരു KS രാമൻ മാഷ് എനിക്ക് ഓർമ്മയുണ്ട്, മലയാളം പഠിപ്പിക്കുന്ന മാഷ്. വലിയ ആകർഷണം ഉണ്ടാക്കിയിട്ടുള്ളൊരു മലയാളത്തിലേക്ക് ഒരു വ്യക്തിയാണ്. അതാണ് അധ്യാപകരാണ്. ആ രീതിയിൽ ഈ ആഭിമുഖ്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും സഞ്ജയൻ വായനശാലയോട് അടുത്തു. വായനശാലയാണെങ്കിൽ
KP-യുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ നിരവധി സാഹിത്യ പരിപാടികൾ, പ്രഭാഷണ യോഗങ്ങൾ അന്നൂര് കേന്ദ്രീകരിച്ചിട്ട് അത് സ്ഥിരമായി പോയി ഇരിക്കും, കേൾക്കും. ഏത് കാലഘട്ടം ഏകദേശം? അതേതാണ്ടൊരു എനിക്ക് തോന്നുന്നു ഞാനൊരു 50 മുതൽ 1950 മുതലേ അത് ഈ 50 അതായത് സ്വാതന്ത്ര്യം ലബ്ധിക്ക് ശേഷം അല്ലേ? ആ രീതിയിൽ മാഷയുടെ കലാ സാംസ്കാരിക മേഖലയിലേക്കായി. അതിൽ നിന്ന് അതായത് ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള നിലക്കാണ് മാഷ് അടയാളപ്പെടുത്തുന്നത്. അപ്പൊ ആ രീതിയിൽ ഇടതുപക്ഷത്തേക്കില്ല, അതായത് ദേശീയ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന KP-യുടെ സ്ഥാനം, അല്ലെങ്കിൽ KP കുഞ്ഞിരാമ പൊതുവളൊക്കെ ദേശീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ടുണ്ടായത്. അവിടുന്ന് മാഷിന്റെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം, ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനത്തിലേക്കുള്ള ഒരു മാറ്റം, അതിന് സ്വാധീനിക്കുകയും അതിന് വഴിതെളിച്ച ഈ പ്രവർത്തനം എന്തൊക്കെയാണ്? അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇത് ഇന്നത്തെ പോലെ ഉള്ള കുഴപ്പമില്ല, പക്ഷേ ആ സംഘടനകളുമായിട്ടുള്ള അതിൻ്റെ നേതൃത്വമായിട്ടുള്ളൊരു ബന്ധപ്പെടലും, പിന്നെ ഒരുപാട് ഇടതുപക്ഷ ചിന്തകന്മാർ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അവർ സാഹിത്യത്തിൽ വരുമ്പോഴും ചരിത്രത്തിൽ വരുമ്പോഴും ഒക്കെ ഈ ഇടതുപക്ഷക്കാരായിട്ടുള്ള ഒരുപാട് വലിയ എഴുത്തുകാർ നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു സ്വാധീനമാണ് ആ ഇടതുപക്ഷത്തിലേക്ക് നീങ്ങാൻ കാരണമായിട്ട്. ഇടതുപക്ഷ ബന്ധങ്ങളിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനിടയായി. അപ്പൊ ആ രീതിയിൽ ഇടതുപക്ഷത്തിലേക്കുള്ള ഒരു ചെറിയ ഒരു പോക്കാണ് ഉണ്ടായത്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം, ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനം ഒക്കെ ഉണ്ടായി. അതിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ദൃശ്യ എന്നുള്ള സംഘടന, ദൃശ്യ എന്നുള്ള സംഘടന, ദൃശ്യ 1985 ദൃശ്യ സ്ഥാപിതമാകുമ്പോൾ മാഷായിരുന്നു ആദ്യ സെക്രട്ടറി. അപ്പൊ ദൃശ്യയുടെ പോലുള്ള അത്തരം കലാ സാംസ്കാരിക സംഘടനകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ സമയത്തുണ്ടായ ഒരു അനുഭവം എന്തായിരുന്നു? ആ സമയത്തല്ല, അതിനു മുമ്പ് തന്നെയുണ്ട് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നാടകങ്ങൾ ഗംഭീരമായി നടക്കുന്നു പല ഭാഗത്തും. നമുക്ക് വളരെ അപൂർവമായിട്ടേ കാണാനുള്ള അവസരം ഉണ്ടാകുന്നുള്ളൂ. സമകാലിക സാഹിത്യവുമായി ബന്ധപ്പെടാനുള്ള ഒരു വെമ്പലായിരുന്നു മനസ്സിൽ. എഴുത്തുകാർ, അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ, ചില സംഭവങ്ങളെക്കുറിച്ചുള്ള അവരുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെ വല്ലാതെ ആവേശം പുലർത്തുന്നതായിരുന്നു. അതുകൊണ്ട് അവരെയൊക്കെ ബന്ധപ്പെടണം, അവരുമായി പരിചയപ്പെടണം, കൂടുതലായിട്ട് അവരെ അടുക്കണം എന്നുള്ളൊരു മോഹം വന്നു. ആ ഒരു മോഹത്തിലൂടെയാണ് ഇടതുപക്ഷ ഈ ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് അതെ, ദൃശ്യം ഏതാണ് അതിൻ്റെ ഒരു ഞാനീ പറയുന്ന രീതിക്കുള്ള അന്ന് കൂട്ടുനിന്ന പ്രവർത്തകർ ആരൊക്കെയായിരുന്നു? അന്ന് കൂട്ടുനിന്നവരാ. അന്ന് ദൃശ്യയുടെ രൂപീകരണത്തിൽ നമ്മുടെ GD നായരുണ്ട്, മധു ഉണ്ട്. മധുവൊക്കെ അന്ന് വളരെ ചെറിയ കുട്ടിയാണ്, എന്നാലും അവനുണ്ട്. എന്നാലും ദൃശ്യയുടെ രൂപീകരണ പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ട്. GD മാഷായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. GD മാഷായിരുന്നു. മാഷ് സെക്രട്ടറിയും അതെ പ്രസിഡന്റുമായിട്ടുള്ള ഒരു സംഘടന എന്നുള്ള ആരംഭിച്ചത്. വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതെ, അത് രൂപീകരിച്ചു എന്ന് മാത്രമല്ല, കൃത്യമായി അതിൻ്റെ പ്രവർത്തനം നടക്കണമെന്ന് ഞങ്ങളൊക്കെ ദൃഢനിശ്ചയം എടുത്തിരുന്നു. അതിലൊരു വിട്ടുവീഴ്ചയും കാണിച്ചു. അന്ന് ആ കാലഘട്ടം അടിയന്തരാവസ്ഥക്ക് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ദൃശ്യയെ പോലുള്ള സാംസ്കാരിക സംഘടന രൂപീകരണം. കേരളത്തില് ഫൈനാൻസ് സൊസൈറ്റികളൊക്കെ രൂപീകരിക്കുന്നത് അടിയന്തരാവസ്ഥക്ക് ശേഷമായിരിക്കും. ആ രീതിയിലായിരിക്കും പയ്യന്നൂരും അത്തരം ഒരു ഈ പഴയ ദൃശ്യയുടെ പ്രവർത്തനം എടുത്തെടുക്കാൻ വേണ്ടി പറ്റുമോ? പഴയ ദൃശ്യയുടെ പ്രവർത്തനം ഞങ്ങൾ ഇങ്ങനെ കുറേ ആൾ ചേർന്നിട്ട് ഇതിലൊക്കെ താല്പര്യമുള്ള, നാടകത്തിലും സിനിമയിലും സാഹിത്യത്തിലും ഒക്കെ താല്പര്യമുള്ള കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണല്ലോ ഈ സംഘടന ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സംഘടന ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാടകരംഗത്ത് പുതിയൊരു ഉണർവും ചലനവും ഉണ്ടാകുന്ന കാലമായിരുന്നു. KPSC ഒരു ഭാഗത്തുണ്ട്, മറ്റേ ഓമാധവൻ്റെ നേതൃത്വത്തിലുള്ള കാളിദാസ കലാകേന്ദ്രമുണ്ട്. ഇതിങ്ങനെ ഇവരൊക്കെ എല്ലാ കൊല്ലവും പുതിയ പുതിയ നാടകങ്ങൾ അവതരിപ്പിക്കുമല്ലോ. പുതിയ നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ നാടകങ്ങളിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകുന്നുണ്ട്. അത് പയ്യന്നൂരിലെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. അതെ, കാണണം, അത് എല്ലാവരും കാണണം എന്നുള്ളൊരു മോഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ രീതിയിൽ അത്തരം കലകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വേദിയായിട്ടാണ് ദൃശ്യ ആരംഭം. അത് ഒരു ഇടതുപക്ഷ സഹയാത്രികരെ പിൻബലത്തിലാണ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ആ രീതിയിൽ പോയി. അപ്പോൾ ആ രീതിയിൽ ദൃശ്യ തുടങ്ങി ഒരുപാട് സാംസ്കാരിക സംഘടനയിൽ മാഷ് പ്രവർത്തിച്ചു.
അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് മാഷ് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ പുരോഗമന ഇപ്പം വൈലോപ്പള്ളിയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ അവരുമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഇല്ല ഒരു അനുഭവം പുരോഗമന കലാസാഹിത്യ സംഘം, അതുപോലെ തന്നെ വൈലോപ്പള്ളി പോലുള്ള പുരോഗമന കലാസാഹിത്യ സംഘം രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് വലിയ എഴുത്തുകാരുമായിട്ടുമൊക്കെ ബന്ധപ്പെടാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. പലപ്പോഴും അവരെ ഞങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പ്രഭാഷണം നടത്തിക്കാറുണ്ടായിരുന്നു. പിന്നെ അവരെഴുതിയ നാടകങ്ങൾ ഇതൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ലോകവുമായിട്ട് വലിയ അടുപ്പമുണ്ടായി എല്ലാവരും. അതിനകത്ത് വലിയ വൈലോപ്പള്ളിയൊക്കെ വളരെ അടുപ്പത്തിലെത്തിയിരുന്നു. അങ്ങനെ ഒരുപാട് എഴുത്തുകാരുമായിട്ട് വലിയ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപക്ഷെ എനിക്ക് ഈ സാഹിത്യകാരന്മാരുമായിട്ടുള്ള ബന്ധം എന്നിൽ വളർത്തിയെടുത്ത് തന്നെ ഒരു പരിധിവരെ പുരോഗമന കലാസാഹിത്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടെ തന്നെയാണ്. ഒരു സംശയം ആ കാര്യത്തിലില്ല. അതുകൊണ്ട് അത് നാടകം മാത്രമല്ല അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ വലിയ എഴുത്തുകാരെ കൊണ്ടുവരും, അവരെ കൊണ്ട് പ്രഭാഷണം നടത്തിക്കും. സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സാംസ്കാരിക പ്രഭാഷണങ്ങളുണ്ടാവും, ചർച്ചകളുണ്ടാവും. ഇങ്ങനെ പല തലങ്ങളിലായിട്ട് ഈ പ്രവർത്തനം നടത്തി. ഒരുപാട് വലിയ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം കിട്ടി. അത് ഏത് വർഷമാണ് പുകാസയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള ഏത് കാലഘട്ടമാണ്? അതെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എനിക്ക് തോന്നുന്നു 2004 ബിഷപ്പ് പെരേര ഹാൾ തിരുവനന്തപുരം വെച്ചിട്ടാണ് മാഷ് ആ സ്ഥാനം ഒഴിയുന്നത്. ബിഷപ്പ് പെരേര ഹാളിൽ വെച്ചിട്ട് നടന്ന പുകാസയുടെ സംസ്ഥാന സമ്മേളനം, അതിൽ വെച്ചിട്ടാണ് മാഷ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന് പുതിയ ജനറൽ സെക്രട്ടറി ഉണ്ടാവുന്നത്. അതിനു മുമ്പേ ആണെന്ന് ഏകദേശം 10 വർഷക്കാലം പുകാസയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന്. ആ സമയത്ത് പുകാസയിൽ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് പുകാസയെ ഒരു സംഘടനാ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാഷക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അന്ന് ബിഷപ്പ് പെരേര ഹാളിൽ മാഷ് ഒഴിയുമ്പോൾ കരിവള്ളൂർ മുരളിയേട്ടനെ പോലുള്ള ആളുകൾ സെക്രട്ടറിമാരായിട്ട് ഉള്ളൊരു സംഘടനാ നേതൃത്വമാണ് പുകാസക്ക് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ആ രീതിയിലാണ് അങ്ങനെ. അപ്പൊ പുകാസയുടെ പ്രവർത്തനത്തിലാണ് ഏറ്റവും കൂടുതൽ സാംസ്കാരിക പ്രവർത്തകരുമായിട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മാഷക്ക് സാധിച്ചത്. അപ്പോ പുകാസ് ഇന്ന് പുകാസയുടെ ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ, പുകാസയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷാജി എം കരുണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോഴത്തെ പുകാസയുടെ സംസ്ഥാന നേതൃത്വമായിട്ട് നിരന്തരം ബന്ധം പുലർത്താറുണ്ടോ? അല്ല ഇപ്പോൾ അങ്ങനെ പഴയ രീതിയിലുള്ള ബന്ധം പുലർത്താറില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ സെക്രട്ടറി അശോകൻ ചെരുവിലൊക്കെ പഴയ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ വളരെ അടുപ്പമുണ്ടായിട്ടുള്ള ഒരാളാണ്. ഇവരെല്ലാം സംഘം ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന സാഹിത്യകാരന്മാരാണ്. അതിലൂടെ വളരെ അടുപ്പം ഉണ്ടായവരിലൊരു വ്യക്തിയാണ് ഈ അശോകൻ ചെരുവിൽ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അശോകൻ ചെരുവിൽ സ്ഥാനത്തേക്ക് കയറി വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം അശോകൻ ആള് വളരെ എനർജറ്റിക്കാണ്, വളരെ നന്നായി നേതൃത്വം നടും. ആ രീതിയിലല്ലേ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാ സാംസ്കാരിക പ്രവർത്തകർ, എനിക്ക് തോന്നുന്നത് നമ്മളെടുക്ക വരുന്ന മുഴുവൻ സാംസ്കാരിക പ്രവർത്തകർ ഇവിടെ വരുമ്പോൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പുകുട്ടൻ മാഷെ കാണണം. അപ്പുകുട്ടൻ മാഷ് വരാൻ കൊതിക്കുന്ന ഇന്ന് കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക നായകന്മാർ, നമ്മൾക്കെല്ലാം വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളുകൾ. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി മാഷ് കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് കഴിഞ്ഞത്? അത് കഴിഞ്ഞത് സംഘത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ. സംഘം വെറുതെ അലസമായി നിൽക്കുകയായിരുന്നല്ലോ, നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്യാമ്പുകൾ ഞാൻ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകൾ. ആ ക്യാമ്പുകളിൽ കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരൊക്കെ ക്ഷണിച്ചു കൊണ്ടുവരും. നമ്മളോട് തീരെ എതിർപ്പില്ലാത്ത അല്ലാണ്ട് അവരെയൊക്കെ കൊണ്ടുവരുമായിരുന്നു. അവരുമൊക്കെ ആയിട്ട് സംസാരിച്ച് അടുപ്പമായി. അങ്ങനെ നിരന്തരമായിട്ടുള്ളൊരു പ്രവർത്തനം അന്ന് സംഘത്തിനുണ്ടായിരുന്നു എല്ലാ വർഷവും. അതെല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി മാഷക്ക് കഴിഞ്ഞു. മാഷിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും വളരെ പ്രധാനമായിട്ട് കാണുന്നത് വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് മാഷക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും ഒരു എതിർപക്ഷത്ത് നിൽക്കുന്ന, രാഷ്ട്രീയമായിട്ട് നയപരമായിട്ട് എതിർപക്ഷത്തുണ്ടാവും, പക്ഷേ രാഷ്ട്രീയക്കാരൻ എന്നുള്ള എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ മാഷക്ക് ഉണ്ടാവുന്നില്ല. സാംസ്കാരിക മേഖലയിൽ മാഷക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു
കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ അത് മാഷ് മുന്നോട്ട് വെക്കുന്ന എന്ത് ഐഡിയ ആണ് അതിൽ മാഷ് കാണിക്കുന്നത്? അത് ഞാനത് ശുദ്ധ മനസ്സോടെ തുറന്ന ഹൃദയത്തോടെയാണ് എല്ലാ കാര്യവും സംസാരിച്ചുകൊണ്ടിരുന്നത്. സാംസ്കാരിക പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനത്തിലും തുറന്ന ഹൃദയം, അതിനൊരു യാതൊരു കലർപ്പുമില്ല. ഇല്ല. ഇപ്പം നമ്മൾ ഈ ലക്ഷ്യം വെക്കുന്നതിന് പുരോഗമന കലാസാഹിത്യ സംഘം ഏത് രൂപത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക മേഖലയെ സജീവമാക്കേണ്ടത്, ജനകീയമാക്കേണ്ടത് എന്നുള്ളതാണല്ലോ. അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ യാതൊരു ദുരുദ്ദേശവും അതിലേക്ക് ആളെ ആകർഷിക്കുക, അതായത് പ്രവർത്തനത്തിലൂടെ ആളെ ആകർഷിക്കുക. വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ ഒരു തരത്തിലും തൊട്ട് തീണ്ടിയിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലും നയപരമായിട്ടുള്ള എതിർപ്പേ ഇല്ലു, മറ്റൊരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടായിട്ടില്ല. മുഴുവൻ ആളുകളെയും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തെങ്കിലും തരത്തിൽ അതായത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ എതിർ ഉണ്ടാവും, അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനത്തിലും ഉണ്ടാവും. എന്തെങ്കിലും തരത്തിൽ അത്തരം ഒരു അനുഭവങ്ങൾ മാഷ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നമുക്ക് എതിരായിട്ട് വരുന്ന രൂപത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാവും. നമ്മുടെ നിലപാടുകളെ കുറിച്ചോ നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചോ ഒക്കെ എതിർപ്പുണ്ട്. എതിർപ്പ് സംബന്ധിച്ചുള്ള വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ടാവും. പക്ഷെ അതൊരിക്കലും ഒരു വിരോധത്തിലേക്ക് എത്തുന്ന വിധത്തിലല്ല. അത് അത്രയേ ഉള്ളൂ. അത് ആ സ്നേഹം പിന്നെയും തുടർന്നു പോകും. അതാണ്. അപൂർവം ചില ആളുകൾ തെറ്റിപ്പിരിഞ്ഞ് പോയിട്ടുണ്ടാവും, നമ്മുടെ കൂട്ടത്തിൽ പറ്റില്ല എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അവരോട് പോലും നമുക്ക് യാതൊരു വിരോധം ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള വിരോധം ഇതുവരെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മേഖലയിൽ ഒരാളോടും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അത്തരം ഒരു തോന്നിച്ചേ നമുക്ക് മാഷക്ക് ഉണ്ടായിട്ടില്ല. ഈ അതിൽ ഒരു ഏറ്റവും എനിക്ക് തോന്നുന്നത്, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയി മാഷ് ഒഴിയുന്ന ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ്, സ്ഥാനം ഒഴിയുന്ന ഒരു സമ്മേളനം ഒരുപക്ഷെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഏറ്റവും ജനശ്രദ്ധ പിടിച്ച ഒരു സമ്മേളനം പിടിച്ചു പറ്റിയ, മാധ്യമ ശ്രദ്ധ പിടിച്ച, അത് എം.എൻ. വിജയമാഷ് പ്രശ്നം ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന ഒരു സമ്മേളനമായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചാണ്. ഒരു ഭാഗത്ത് അതിലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ചയൊക്കെ ഒന്ന് കിട്ടുമോ എന്ന് നോക്കി നിൽക്കുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകർ പുറത്ത് നിൽക്കുന്നു, ഉള്ളിൽ ആ രീതിയിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു മാനസിക സംഘർഷം മാഷക്ക് ഉണ്ടായിട്ടുണ്ടായില്ല? മാനസിക സംഘർഷം ഒന്നും എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. എതിർപ്പ് എന്ന് പറയുന്നത് തന്നെ എം.എൻ. വിജയമാഷോടിലെ സമീപനം എന്തായിരുന്നു? എം.എൻ. മാഷോട് അങ്ങേറ്റത്തെ ആദരവും സ്നേഹവുമായിരുന്നു എപ്പോഴത്. മാഷ ഈ തെറ്റി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി കൂട്ടി യോജിപ്പിക്കുന്നതിനുള്ള ശ്രമം അതില്ല. മാഷ് പിന്നെ പിൽക്കാലത്ത് തീരെ വിട്ടുപോയി. പിന്നെ വീണ്ടും ചേരാൻ താല്പര്യം കാണിച്ചില്ല. അതെ. കാരണം ഇപ്പം പറയാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മാഷക്ക് ഒരു സ്വഭാവം അങ്ങനെയാണ്. ഒരു തീരുമാനം ചില കാര്യങ്ങളിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ അതായി പിന്നെ ഇളക്കില്ല. ആ ഒരു രീതിയാണ് മാഷ്. അതായത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ സ്വാധീനിക്കാൻ വേണ്ടി മറ്റ് ആർക്കും പറ്റാത്ത ഒരു പ്രകൃതിയാണ്. ഈ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഒരു ഉത്ഭവം വൈലോപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടായിരുന്നു. പുകാസ പുരോഗമന കലാസാഹിത്യ സംഘം മാഷിന്റെ അതിൽ മാഷും ഭാഗവാക്കായിരുന്നു. അതിന്റെ ഒരു അനുഭവം അത് നാട്ടിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും ഒക്കെ വന്നു കൂടിയ മീറ്റിംഗ് അല്ലേ. വൈലോപ്പള്ളി അവിടെ ഇരിക്കുന്നു. വൈലോപ്പള്ളി പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അതൊരു വലിയ അനുഭവമല്ലേ. അതെ. വൈലോപ്പള്ളി പറഞ്ഞ് വൈലോപ്പള്ളി വരുന്നു. അവിടെ തുടർന്ന് മാറ്റുള്ളവരും എല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഊർജ്ജം. അതെ. വൈലോപ്പള്ളിൻ്റെ ഒരു ഊർജ്ജമാണ്. അവിടെ വന്നിരുന്നവരൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ സാഹിത്യ രംഗത്ത് ഒരു പുതിയ ഉണർവുണ്ടാക്കാൻ കഴിയും ഈ പ്രസ്ഥാനത്തിന് ഉറച്ച ബോധ്യമുണ്ടായി ആ മീറ്റിങ്ങിൽ വെച്ചിട്ട്. അത്തരം ഒരു യോഗം. ആ യോഗം അതാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന് ഒരുപാട് മുന്നോട്ട് നയിക്കാൻ കാരണം. അതായത് വൈലോപ്പള്ളിയുടെ ഒരു വലിയ ഒരു ഊർജ്ജസ്വലതയോട് കൂടിയിട്ടുള്ള ഒരു മുന്നടപ്പ്. അതെ. അതിന്റെ പിന്നിൽ അണിനിരക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സാഹിത്യകാരന്മാർ അല്ലേ. അപ്പോൾ ആ രീതിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രവർത്തനമായിട്ട് മാഷക്ക് അത്ര ബന്ധമില്ലെങ്കിലും, പക്ഷെ എന്നാലും ബന്ധമില്ല, പക്ഷേ ഒരകൽച്ചയില്ല. പക്ഷെ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്ന പഴയ പോലെ ആവുന്നില്ല.
വിഷമം ഉണ്ട്. ഉണ്ട്. അപ്പം പുരോഗമന കലാസാഹിത്യ ഉണ്ട്. അല്ല, നമ്മളെപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. എന്താ ഇപ്പോഴത്തെ സ്ഥിതി, എങ്ങനെയാ പോകുന്നത്? ഉണ്ട്. എപ്പോഴും ഒരു അന്വേഷണം നിർബന്ധമായിട്ടുണ്ട്. കാരണം അതൊരു നെഞ്ചു തട്ടിയ പിന്നെ സംഘടന അല്ലെ, വിട്ടുമാറാൻ വേണ്ടി പറ്റാത്ത, നെഞ്ചിൽ നിന്ന് വിട്ടുമാറ്റാൻ പറ്റാത്ത വളരെ പ്രധാനം. ഇപ്പൊ പുകാസ മാഷിന്റെ പര്യായാണ് ശരിക്ക് പുരോഗമന കലാസാഹിത്യം എന്നുള്ള രീതിയിൽ വരുന്നത്. ആ രീതിയിൽ പുകാസ ഒരു ഘട്ടത്തിൽ കൊണ്ടുപോയി. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പയ്യന്നൂരിന്ന് പുകാസന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളെ പയ്യന്നൂരിന്നില്ല, അത് അപ്പുക്കുട്ട മാഷ. അതേ സമയത്ത് കേരള സംഗീതനാടക അക്കാദമിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളെ പയ്യന്നൂരിന്നില്ലു. ഈ പയ്യന്നൂരിന്ന് 2 പദവിയും വഹിക്കാൻ വേണ്ടി പറ്റിയ ഒരാളാണ് അപ്പുക്കുട്ട മാഷ്. സംഗീതനാടക അക്കാദമിയുടെ പ്രവർത്തനം ആ ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? സംഗീതനാടക അക്കാദമിയുടെ പ്രവർത്തനം ഏറ്റവും ജനകീയമാക്കി കൊണ്ടുവരുന്നതിന് തീർച്ചയായിട്ടും ഒരുപാട് ആ ഘട്ടത്തില്, മാഷിന്റെ ഒരു ഘട്ടത്തില് സംഗീതനാടക അക്കാദമി ജനകീയ പ്രസ്ഥാനമായി. അതെ, ശരിക്ക് ആയിരുന്നു. അതെ, എല്ലാ കലാകാരന്മാർക്കും ചെന്നെത്താവുന്ന, ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. എത്രയോ ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അവരോടൊക്കെ പലരും സഹായാഭ്യർത്ഥിച്ചു വന്നിട്ടുണ്ട്. കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അവരെയൊക്കെ വരവേൽക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ആ പ്രവർത്തനം നടത്തിപ്പോയിട്ടുള്ളത്. അന്ന് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ അന്ന് അഖിലേന്ത്യാ നാടകോത്സവം ഗംഭീര പരിപാടികളല്ലേ. ഈ നൃത്തം, ഡാൻസ് ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള ഡാൻസ് പ്രോഗ്രാംസൊക്കെ കൊണ്ടുപോകുന്ന അവതരിപ്പിച്ചിട്ടുണ്ട് അക്കാദമിയിലെ ഭാഗത്ത്. പിന്നെ നാടകരംഗത്തും ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് മന്ദീഭവിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അത് നാടകരംഗം. അതിനെ ഒന്ന് ഉണർത്താനും പുതിയ നാടകങ്ങൾ ഉണ്ടാവാനും ഒരു പ്രേരണ അക്കാദമി നൽകിയിട്ടുണ്ട്. അത് സജീവമായി പിന്നെ ആ പ്രവർത്തനം നടന്നിട്ടുമുണ്ട്. അതെ, തീർച്ചയായിട്ടും കേരള സംഗീതനാടക അക്കാദമിക്ക് അന്ന് വരെ ഉണ്ടായതിൽ വെച്ചിട്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ മുഖം, അതായത് ജനകീയത കൈവരിക്കുന്നതിന് വേണ്ടി മാഷ് നമ്മളെല്ലാം ശരിക്ക് സംഗീതനാടക അക്കാദമി ബന്ധപ്പെടുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു സംഘടന എന്നുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനം ഉണ്ട് എന്ന് നമുക്കെല്ലാം ബന്ധപ്പെടാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരം മാഷുണ്ടായ ഒരു ഘട്ടത്തിലാണ്. അപ്പൊ അതിനാ ഒരുപാട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി മാഷ്ക്ക് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു തർക്കവുമില്ല. അപ്പൊ അതിലെ പരിപാടി, അതുമാതിരി തന്നെ പുകാസയുടെ പരിപാടി, പയ്യന്നൂർ കേന്ദ്രീകരിച്ചിട്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ദൃശ്യ എന്നുള്ള പരിപാടി, അതായത് ഓരോ പ്രദേശത്തിന്റെയും ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനകളുടെ ഏറ്റവും മുകളിൽ വരെ എത്തിപ്പെടാൻ വേണ്ടി മാഷ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് സഹായിച്ച രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവും. അതിന് മാഷക്ക് എപ്പോഴും ഒരിപ്പം വൈലോപ്പള്ളി പുകാസയിലെ ഒരു ഊർജമായിട്ട് പ്രവർത്തിക്കുന്ന പോലെ തന്നെ മാഷ് പയ്യന്നൂരിൽ നിന്ന് ഒരു ഊർജമായിട്ട് പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ആരൊക്കെ? പയ്യന്നൂരിന്ന് മാഷിന്റെ ഒരു ഊർജമായിട്ട് പ്രവർത്തിച്ച മാഷിന എന്റെ ഊർജം എന്ന് പറയാൻ വേണ്ടി പറ്റും. വലിയ സ്നേഹത്തിലും ഇതായിട്ടും വളർന്നു. ഷേണായി പിന്നെ അന്ന് കുറെ പിന്നോട്ട് പോയ സന്ദർഭമാണ്. പക്ഷെ എന്നാലും കണ്ടാലൊക്കെ യോഗ്യം ചോദിക്കുകയും ശരിക്കും കാലഘട്ടത്തിൽ ഒരു പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ടാള്, അതില് രണ്ടുപേരും മാഷിനെ ഒരുപാട് സഹായിച്ചു. സി പി ഓർമ്മിക്കാൻ വേണ്ടി പറ്റുമോ? സി പിനെ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റും. സി പി എന്ന് പറഞ്ഞാൽ വളരെ നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണല്ലേ. എവിടെ ചെന്നാലും അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം കാര്യം നടക്കുന്നതാണെങ്കിൽ സാധിപ്പിച്ചു തരും. അക്കാദമിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അദ്ദേഹത്തോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇടപെട്ട് നേരെയാക്കി തന്നിട്ടുമുണ്ട്. അങ്ങനെ ഒരു വലിയ സഹായം കിട്ടിയിട്ടുണ്ട് ആ ഭാഗത്ത്. ഇങ്ങനെയുള്ള സഹായങ്ങൾ ഉണ്ടെങ്കിലേ നടന്നു പോയി. അത് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദൻ എപ്പോഴും സഹായിക്കാൻ സന്നദ്ധനല്ല. അക്കാദമി സെക്രട്ടറി ആയി നിയമിച്ചപ്പോൾ തന്നെ ഗോവിന്ദൻ വിളിച്ചു വന്നിട്ടുണ്ട്. ഉഷാറാക്കണം നമുക്ക്. അങ്ങനെ തന്നെ അദ്ദേഹം ഉഷാറാക്കാൻ. സാംസ്കാരിക മേഖലയിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ടി ഗോവിന്ദൻ. അതെ, ഇതിൽ ഒരു പ്രത്യേക ഒരു താല്പര്യം ഗോവിന്ദനാട്ടിന് എപ്പോൾ കാണിക്കലുണ്ട്. കല, സാഹിത്യം ഇതിലൊക്കെ അത് ഒരു പരിധിവരെ ഈ അക്കാദമിയുടെ സെക്രട്ടറി സ്ഥാനത്തിന് മാഷക്ക് സഹായകരായിട്ടുണ്ട്.
ടി ഗോവിന്ദാട്ടിനെ ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? ഗോവിന്ദൻ പറഞ്ഞാൽ ഞാൻ ചെറിയ സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് അറിയാമല്ലോ. ഞാൻ എൻ്റെ ഹൈസ്കൂളിൽ എൻ്റെ സമകാലികനാണ് എൻ്റെ ഗോവിന്ദൻ. അന്ന് മുതലേ എനിക്കറിയാം. പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം. ആ രംഗത്ത് വളരെ ശക്തനാണ്. ഞാൻ അന്നേരത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്താണ് ആദ്യകാലത്തിൽ രാഷ്ട്രീയ. പക്ഷെ ഇതൊന്നും പ്രശ്നമേ അല്ല. അദ്ദേഹം എവിടെ ചെന്നാലും അതിനൊരു ഒരു ഊക്ക് കാണാം, ആ ഒരു മുന്നേറ്റം. ആ മുന്നേറ്റം നൽകുന്നതിനുള്ള ഒരു അസാമാന്യമായ കഴിവ് കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ടി ഗോവിന്ദൻ. അത് പയ്യന്നൂർ നമുക്ക് അനുഭവത്തിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതിനെ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഗോവിന്ദാട്ടിൻ്റെ ഒരു മാഷ് കണ്ടതിൽ ഗോവിന്ദാട്ടിൻ്റെ ഒരു പ്ലസ് പോയിന്റ്, ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഉയർന്നു വരുന്നതിൽ ഗോവിന്ദാട്ടിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്നാണ്. ഗോവിന്ദാട്ടിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ടും വളരെ സ്നേഹപൂർവ്വം ഇടപെടും. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഞെരുക്കുകയും ചെയ്യും. സ്നേഹവും വിട്ടുവീഴ്ചയും തമ്മിൽ പൊരുത്തപ്പെടുത്തി അയവ് വരുന്ന ഏർപ്പാടൊന്നുമില്ല. എതിർക്കേണ്ടതിനെ എതിർക്കും, എതിർത്താലും പിന്നെയും അവരെ സ്നേഹിക്കും, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. അപ്പോൾ ഗോവിന്ദൻ എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു വലിയ വ്യക്തിയാണ് എന്ന് എല്ലാവരും മനസ്സിലുമുണ്ട്. അതായത് ജനങ്ങൾക്ക് ആശ്രയിക്കാൻ വേണ്ടി പറ്റിയ വ്യക്തിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗോവിന്ദാട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. അതായിരിക്കും ഗോവിന്ദാട്ടിന്റെ ഉയർച്ചക്ക് രാഷ്ട്രീയ നേതാവായിട്ട് രൂപപ്പെടാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതായത് രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യം ഒരു കഴിവും, അങ്ങനെ ആ കഴിവന്നല്ലേ തെളിയിക്കേണ്ടത്. എപ്പോഴും ഏത് സമയത്തും ജനങ്ങൾക്ക് ആശ്രയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ് ഞാൻ എന്ന് ഒരു രാഷ്ട്രീയ നേതാവിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയണം. എങ്കിലല്ലേ ഒരു രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ, നല്ലവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂര് അങ്ങനെ കഴിഞ്ഞ ഒരു ഷേണായി ഉണ്ട്. ഷേണായി വന്നില്ല. പക്ഷേ ആ പുതിയ തലമുറയിൽ സ്നേഹസമ്പന്നനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ഗോവിന്ദൻ തന്നെയാണ്, സംശയമില്ല. എല്ലാവരും സ്നേഹിക്കുകയും ചെയ്യുക, എല്ലാവർക്കും കഴിയും സഹായം ചെയ്യുക, ഏത് തെറ്റിനെയും നിശ്ചിതമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുക. ആ രീതിയിലുള്ള ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള പ്രവർത്തന രീതിയാണ് ഗോവിന്ദൻ്റെത്. അതിൻ്റെ സവിശേഷത ഒക്കെ അതിലുണ്ട്. അതിന് ശേഷം ഇപ്പം ഷേണായി, CP, ടി ഗോവിന്ദാട്ടൻ, ഇവർ മൂന്നാളും ഇന്നില്ല. പക്ഷേ അതേ രീതിയിൽ ഇന്നും രാഷ്ട്രീയ നേതൃത്വം, ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിനെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇന്നും പയ്യന്നൂരത്തെ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ TI മധുവേട്ടൻ അല്ലേ. അപ്പോൾ മധുവേട്ടൻ്റെ ഒരു ഇപ്പം ദൃശ്യൻ്റെ സെക്രട്ടറി ആയിരുന്നു മധുവേട്ടൻ. രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലക്ക് തന്നെ ഗോവിന്ദാട്ടനെ പോലെ തന്നെ രാഷ്ട്രീയത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലും വലിയ ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പം മരിച്ചുപോയി GD മാഷ് ഈ രീതിയിൽ രാഷ്ട്രീയത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലും ഒക്കെ അല്ലേ. അപ്പൊ ഇവരുമായിട്ടുള്ള ബന്ധവും ഇവരുമായിട്ടുള്ള പ്രവർത്തനവും ഇപ്പം മധു എന്ന് പറയുന്നത്, മധു ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ സ്റ്റുഡൻ്റാണ്, അല്ല ഞാൻ മാഷായിട്ട് പഠിപ്പിക്കുമ്പോൾ ഒരു സ്റ്റുഡൻ്റാണ്. അതെ, വലിയ ജനറേഷൻ. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ മധു വളരെ പെട്ടെന്നാണ് രാഷ്ട്രീയ രംഗത്ത് നല്ല ഉയർച്ച ഉണ്ടായിട്ടുള്ളത്. ആ രംഗത്ത് വളരെ നല്ല പ്രവർത്തനമായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു. പിന്നെ നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ കാര്യങ്ങളിലും ഭംഗിയായി ശ്രദ്ധിച്ച് നിർവഹിക്കുന്ന ഒരു പ്രകൃതി ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നല്ലൊരു പൊട്ടൻഷ്യൽ അതുണ്ട്. അതിപ്പോഴും ഉണ്ട്. ആ പൊട്ടൻഷ്യൽ തന്നെയാണ് യഥാർത്ഥത്തിൽ മധുവിൻ്റെ കൂപ്പ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കാനുള്ള ശേഷി, അത് പെട്ടെന്ന് തന്നെ തീർക്കത്തക്ക രീതിയിലുള്ള അല്ലേ ഒരു കഴിവ് മധുവട്ടനമാരില്ല രാഷ്ട്രീയ നേതാക്കന്മാരെ അത് സാംസ്കാരിക രംഗത്തും ആ താല്പര്യമുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല, സാംസ്കാരിക രംഗത്തും ആ താല്പര്യം കാണിക്കുന്നുണ്ട്. അത് ഉണ്ടായത് കൊണ്ടാണ് ഒരു പരിധിവരെ കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് വരാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പം പയ്യന്നൂരത്തെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനം ഒക്കെ തോന്നുന്നത്, നമ്മളോട് തന്നെ പല ആൾക്കാരും പറയലുണ്ട്, നിങ്ങൾക്ക് TI മധുവിനെ പോലുള്ള ഒരാളുണ്ടായത് കൊണ്ടാണ് ഇത്ര നന്നായിട്ട് ഇവിടെ സാംസ്കാരിക പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റുന്നതെന്ന് നമ്മളോട് തന്നെ ചില ആളുകൾ പറയലുണ്ട്. തീർച്ചയായിട്ടും അതെ, അതായത് അദ്ദേഹത്തിന്റെ ഒരു ഊർജം തന്നെയാണ് നമ്മളമായിട്ടുള്ള ആളുകൾക്ക് സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് പയ്യന്നൂർ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ
എനിക്ക് തോന്നുന്നത് മാഷ് അത് ആ രീതിയിൽ നമുക്ക് പയ്യന്നൂരിനെ ഒന്ന് കേരളത്തിൽ സാംസ്കാരിക തലസ്ഥാനം ഇപ്പോൾ തൃശ്ശൂരാണെന്ന് പറഞ്ഞു. ഇപ്പോൾ തൃശ്ശൂരാണ് എല്ലാ അക്കാദമികളുടെയും സ്ഥാനം, ലളിതകല അക്കാദമിയുടെ സ്ഥാനം, ഈ പറഞ്ഞ സംഗീത അക്കാദമിയുടെ സ്ഥാനം. അതായത് എനിക്ക് തോന്നുന്നു സംഗീത അക്കാദമിയുടെ ഉദ്ഘാടനം ചെയ്യാൻ നെഹ്റുവാന്ന് തോന്നുന്നു. നെഹ്റുവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി, നെഹ്റുവാണ് ആ കാലഘട്ടത്തിൽ സംഗീത അക്കാദമി. അപ്പോൾ അത്തരത്തിലെല്ലാം വലിയ മൈലേജുള്ള അക്കാദമി എല്ലാം തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്നാലും പയ്യന്നൂർ സാംസ്കാരികപരമായിട്ട് ഏറ്റവും ഉന്നതമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അതില്ല? അതിപ്പോൾ കേരളത്തിലെ മറ്റേ എവിടെയുണ്ട് ഇങ്ങനെ? ഇല്ല, ഒരു സ്ഥലം തൃശ്ശൂർ പോലെ അല്ലേ? തൃശ്ശൂർ പോലെ അല്ല. തൃശ്ശൂരത്തെ ആളുകളെല്ലാം ഇങ്ങോട്ട് വന്ന് പ്രസംഗിക്കാൻ വരുമ്പോൾ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ, അതായത് പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകൾ പിന്നെ ഈ പറഞ്ഞ മാതിരി പയ്യന്നൂർക്കാരാണ്. അതെന്തുകൊണ്ടാണ് പയ്യന്നൂരിന് ഇങ്ങനത്തെ ഒരു സാംസ്കാരിക ഔന്നത്യം? പയ്യന്നൂരിൻ്റെ പഴയ ഇതില്ലേ, സ്വാതന്ത്ര്യ സമരകാലം തൊട്ടുള്ള ചരിത്രമുണ്ട് പയ്യന്നൂരിന്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടന്ന പോരാട്ടങ്ങളിൽ പയ്യന്നൂർ വളരെ മുമ്പിൽ നിന്നിട്ടുണ്ട്. ഒരുപാട് ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്കറിയാലോ, അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ പ്രവർത്തിച്ച് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷം പയ്യന്നൂർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. അതിലാണ് നമ്മളൊക്കെ വളരുന്നത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മളൊക്കെ വളരുമ്പോൾ ഈ ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിച്ചുകൊണ്ട് വളരുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കതിനോടുള്ളൊരു ആഭിമുഖ്യം വരും, അങ്ങനെ പ്രവർത്തിക്കണം തോന്നും. അതാണ് ഉള്ളത് പയ്യന്നൂർ. അതായത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്ലാറ്റ്ഫോം പയ്യന്നൂരിനുണ്ടായി. അതിൽ നിന്ന് ഊർജ്ജം കിട്ടിയ എല്ലാവരും ആ ഊർജ്ജം വെച്ചിട്ട് പയ്യന്നൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ രാഷ്ട്രീയം അതുമാതിരി തന്നെ സാംസ്കാരികം ഈ രണ്ട് മേഖലയിലും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതെ, അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക സംഘടനകളുള്ള ഒരു പ്രദേശമായിരിക്കും പയ്യന്നൂർ. അതെ, ഈ പറഞ്ഞ ഒരു കേരളത്തിൻ്റെ പുകാസയുടെ ജനറൽ സെക്രട്ടറിയും സംഗീത അക്കാദമിൻ്റെ സെക്രട്ടറി ഈ പയ്യന്നൂരിൽ, അതായത് ഈ വടക്ക് ഭാഗത്തുള്ള ഈ സ്ഥലത്ത് നിന്ന് വരണമെങ്കിൽ എന്തോ ഒരു പ്രത്യേകത ശരിക്കും പയ്യന്നൂരിന് തീർച്ചയായിട്ടും വേണം. കാരണം അന്നിപ്പം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സംഗീത അക്കാദമിൻ്റെ ഒരു പരിപാടിയും പയ്യന്നൂരുകളുടെ പ്രദേശത്ത് വരലില്ല. അതുകൊണ്ട് തന്നെ ഒരു സെക്രട്ടറി പയ്യന്നൂരിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഘട്ടത്തിലാണ് അപ്പുകുട്ടൻ മാഷ് സംഗീത അക്കാദമിൻ്റെ സെക്രട്ടറി ആയി. അപ്പോൾ അതിന് പയ്യന്നൂർ എന്നുള്ള ഒരു സംഘടന അല്ല, പയ്യന്നൂർ എന്നുള്ള ഒരു സ്ഥലം, ഒരു കൾച്ചറലി ഡെൻസ് അല്ലേ, ആ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പൂർവികന്മാർക്കും കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും തുടർന്ന് വന്നവർക്കും കഴിഞ്ഞിട്ടുണ്ട് തന്നെയാണ് മാഷിൻ്റെയും സംശയമില്ല. കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം സ്വാതന്ത്ര്യ സമരകാലം തൊട്ട് പയ്യന്നൂർ പ്രവർത്തിച്ചു വരുന്നുണ്ട്, പല രംഗങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയല്ലേ വരുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവേശം, അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ പയ്യന്നൂർ എപ്പോഴും സന്നദ്ധമായിരുന്നു. അതിന് ഭാഗത്തിലുള്ള നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഷെണൈനെ പോലത്തെ ആളുകൾ ഇല്ലേ, അതെ, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഇപ്പോഴും തുടർച്ചയായി വരുന്നു. പ്രവർത്തിച്ചുണ്ടാക്കിയ ഒരു പാരമ്പര്യമാണ്, അതങ്ങനെ കളയാൻ പറ്റില്ല. ഇപ്പോഴും അത് പല വഴിക്കായിട്ട് തുടർന്നു പോകുന്നു. അതാണ് പയ്യന്നൂർ കാണുന്നത്. മാഷിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളിൽ നാടക നടൻ ആയിരുന്നു മാഷ്. അതെ, നാടകത്തിൽ അഭിനയിച്ചിരുന്നു. അതുമാതിരി തന്നെ ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രഭാഷകൻ ആണ് പി അപ്പുക്കുട്ടൻ മാഷ്. അതുമാതിരി തന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വലിയ എഴുത്തിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്തിട്ടാന്ന് തോന്നുന്നു. എഴുത്തിലേക്ക് വലിയ, അതായത് അത്ര വേണ്ട എന്ന് വെച്ചു. അങ്ങനെയല്ല എഴുതാൻ, അങ്ങനെ നമ്മളെ നാട്ടിലെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ ഈ എഴുത്തിൻ്റെ, അതില്ല. അങ്ങനെ ഒരു എഴുതാനുള്ള ഒരു പ്രചോദനം കിട്ടുന്ന വിധത്തിലല്ലാതെ. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് എഴുതി ഉണ്ടാക്കി ഇതെല്ലാം അക്ഷഹൃദയം എന്നുള്ള പുസ്തകം മാഷിൻ്റെതായിട്ടും പിന്നെ ഇത് തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എതിർദിശ ഒരു ക്രോഡീകരിച്ചിട്ട് ഒരു പുസ്തകമാക്കിയ 2 ദീപ്തയാത്ര എന്നുള്ള ഒരു പരിപാടി വെച്ചിട്ടാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത്. ആ പരിപാടിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ രീതിയിൽ 2 പുസ്തകങ്ങളാണ് മാഷായിട്ടുണ്ടായത്. നാടകത്തിൽ അഭിനയിച്ചു. ആ രീതിയിൽ എല്ലാ കലയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഒരു ആസ്വാദകൻ എന്നുള്ള എനിക്ക് മാഷെ ഒരു പ്രത്യേകതയും കൂടെ നമുക്കെല്ലാം തോന്നിയത് എല്ലാ കലയും കാണണമെന്നുള്ള ഒരു വലിയ ഒരു ആസ്വാദകൻ മാഷയുടെ മനസ്സിലുണ്ട് ഇല്ലേ? എങ്ങനെയാണ് അത്? അങ്ങനെയാ എല്ലാം കാണാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ
അത് ചെറുപ്പത്തിലേ ഉള്ളതാണ്. ചെറുപ്പം തൊട്ടിട്ടേ പിന്നെ ഈ ശിവരാത്രിക്ക് വീട്ടിൽ നിന്ന് കളിക്കുന്ന നൃത്തവും എല്ലാം ഉണ്ടല്ലോ, അത് മുതൽ തുടങ്ങിയതാണ് ഈ കൗതുകം. അപ്പോൾ നമ്മൾ അതിൽ ചേരുന്നു, നമ്മൾ പങ്കാളിയായിരുന്നു. കുറച്ച് വളരുമ്പോൾ നമ്മൾ കലാസമിതി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കൊണ്ട് നാടകം കളിക്കുന്നു, നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ അലസമായി വിട്ടിട്ടേ ഇല്ല. എപ്പോഴും കലാസമിതികൾ, ഇതുപോലെയുള്ള സംഘങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. കലാസമിതിയിൽ നമ്മൾ ഒരു ഘട്ടത്തിൽ കലാസമിതി തന്നെയല്ലേ വളർത്തിയത്. അതെ അതെ. കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെല്ലാം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് കലാസമിതി, കേരളത്തിലെ കലാസമിതികൾ അതെ തന്നെയാണ്. അതിലാണല്ലോ നമ്മളെ രവിവർമ്മ കലാനിലയും അന്നൂർ കേന്ദ്രീകരിച്ചത്. അപ്പൊ അതിന്റെ ഒരു ഉൽപ്പന്നമാണ് മാഷ് അല്ലേ? അതെ. അപ്പൊ മാഷയുടെ ജീവിതം കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നത് 80% കലാ സാംസ്കാരിക പ്രവർത്തനം. അതെ. പക്ഷെ അതിന്റെ ഇടക്ക് ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും മാഷ് ഏറ്റെടുത്തു. ചെറിയ അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില കമ്മിറ്റികളിൽ മാഷ് സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ചില സ്ഥാപനങ്ങളുടെ ഡയറക്ടറായിട്ടുണ്ട് ഇല്ലേ? ആ ഘട്ടത്തിലുള്ള അനുഭവം എന്തായിരുന്നു? ആ ഘട്ടത്തിലൊന്നും അങ്ങനെ വിശേഷിച്ച് പറയാനൊന്നുമില്ല. അവിടെ നന്നായി പ്രവർത്തിപ്പിക്കണത് അവർ പറയുന്ന പോലെ അതിനെ മുൻകൂട്ടി യോഗം ചേർന്ന് ചർച്ച ചെയ്തിട്ട് ഒരു രൂപമെല്ലാം ഉണ്ടാക്കുമല്ലോ, ആ രീതിയിൽ അത് ശക്തമായി നടപ്പാക്കാൻ, അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതിയിൽ പക്ഷെ എന്നാലും വെലിങ്ങനൊന്നും പച്ചയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോയിട്ടില്ലായിരുന്നു. മുഴുവൻ സമയം കലാ സാംസ്കാരിക പ്രവർത്തനത്തിലായിരുന്നു. അതിലേറ്റവും അവസാനമായിട്ട് പിന്നെ പുകാസയുടെ ഒരു രീതിയിൽ തന്നെ അന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാടെല്ലാം ആയിരുന്നു ഇതിൻ്റെ എല്ലാം ഒരു പിറകിലുണ്ടായിട്ടുള്ള വളരെ പ്രധാന വ്യക്തികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുമായിട്ട് മാഷ സൗഹൃദം എങ്ങനെയാണ്? ഇവര് EMS ബന്ധപ്പെട്ടു. ഇപ്പൊ TK രാമകൃഷ്ണൻ കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയായിരുന്നു. പിന്നെ അപ്പൊ അവരുമായിട്ടില്ലേ? അതായത് TK മന്ത്രിയായ കാലത്താണ് ഞാൻ ഇതിന്റെ സെക്രട്ടറി ഉണ്ടായിരുന്നത്. അന്ന് TK ആയിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. TK എപ്പോൾ കണ്ടാലും എന്നെ അപ്പോൾ കുട്ടാന്ന് വിളിക്കും, ഞങ്ങൾ വന്ന് സംസാരിക്കും, പല ആവശ്യങ്ങളും അദ്ദേഹത്തോട് പറയും, ശരിയാണെന്ന് തോന്നി അദ്ദേഹം സമ്മതിക്കും. അങ്ങനെ ഏറ്റവും നല്ല ഒരു ഇതായിരുന്നു. പിന്നെ EMSഉം അങ്ങനെ ഇതില്ല, എന്നാലും ഒരു ബന്ധമുണ്ട്. പിണറായി തുടങ്ങിയ പിണറായിയായിട്ട് അറിയാം. അതായത് ഇന്ന് ഉള്ള ഏകദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിലുള്ള മുഴുവൻ ആളുമായിട്ട് വ്യക്തിബന്ധങ്ങൾ വളർത്തുന്നതിന് വേണ്ടി മാഷക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, വളരെ അടുപ്പ്, TK രാമകൃഷ്ണൻ, ആ രീതിയിലുള്ള രാഷ്ട്രീയ നേതൃത്വമായിട്ട് അടുത്ത ബന്ധം മാഷക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇപ്പോഴ് ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ മാഷക്ക് ഇങ്ങനെ അങ്ങനെ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ എന്നാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഏറ്റവും അവസാനം നടത്തിയ ദൃശ്യന്റെ പരിപാടിയിൽ പോലും മാഷ് വന്നിട്ടുണ്ട്. വരാനുള്ള ആഗ്രഹം ഉണ്ട് അല്ലേ? അതായത് ഇതുവരെ ആ ആഗ്രഹം പോയില്ല മാഷക്ക്. എനിക്ക് തോന്നുന്നത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ, അത് പുറത്തേക്ക് ഇനിയും പോകുന്നതിന് എന്നാ ഉള്ളത്? എന്താ പ്രശ്നം ഇപ്പം അനുഭവിക്കുന്നത്? ഒന്നുമില്ല, ഈ സുഖമില്ലാണ്ട് വന്നപ്പോഴാണ് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ വന്നു. അതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ വീട്ടിൽ റെസ്റ്റായി കുറേ നാൾ. ഓപ്പറേഷൻ നടന്നിട്ട് കുറേ കാലം. അതെ, അതിൻ്റെ തുടർന്നിട്ടുള്ള റെസ്റ്റാന്നല്ലോ കുറച്ച് കാലം ഉണ്ടായി. അതിന് ശേഷമാണ് ഒരു മാന്ദ്യം ഭാവിച്ചത് ശരിക്ക്. അതെ, ആ മാന്ദ്യം നമുക്ക് വെടിയാൻ പറ്റില്ലെന്നാ ചോദിക്കുന്നത്. ആ മാന്ദ്യം വെടിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് തന്നെ പോയിക്കൂടെ? പോവാം. അതായത് മാഷ് ഇന്നും ആരോഗ്യം മാഷക്കുണ്ട്. ചെല്ല ഒരു എന്താ പറയുക, പുറത്തേക്ക് പോവാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാഷ് അലട്ടുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് പുറത്തേക്ക് പോയാൽ അത് ശരിയാവൂലേ എന്നുള്ളൊരു, അത് ഈ അസുഖത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. അതിന് ശേഷമാണല്ലോ ഹാർട്ട് ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു. അതെല്ലാം കൂടി എൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ പഴയ പോലെ സമ്മതിച്ചു തരില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാലും പുറത്തേക്ക് പോവാം. തീർച്ചയായിട്ടും മാഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളൊക്കെ കണ്ട പ്രത്യേകത, ഈ രാഷ്ട്രീയക്കാർക്കായാലും സാംസ്കാരിക പ്രവർത്തകർക്കായാലും പിന്നെ മാഷ് ഒരു പയ്യന്നൂരിൻ്റെ ഒരു ഗുരുതുല്യനായിട്ട് വളരുന്നതിന് വേണ്ടി മാഷക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി ഒരാൾക്കും മാഷോട്
മാഷ ഒരു എതിർപക്ഷത്ത് നിർത്തിയിട്ടുള്ളൊരു സംസാരം പയ്യന്നൂർ ഒരു പക്ഷേ ഏടിയും ഉണ്ടായി. അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തൽ പറഞ്ഞാൽ ഒരു വലിയ കഴിവാണ്. അതായത് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു മാഷ്, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, എല്ലാ കമ്മിറ്റീൻ്റെ അതിന് നേതൃത്വപരമായിട്ട് പ്രവർത്തിച്ചു. ഈ ഘട്ടത്തിലൊക്കെ ഉണ്ടാകുമ്പോഴും പയ്യന്നൂർ മാഷ എതിർപക്ഷത്ത് നിർത്തിയിട്ടുള്ള ഒരു സംസാരം ഞങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. അത് എനിക്ക് തോന്നുന്നത് ഒരു വലിയ കാര്യമാണ്. ഇതാണ് മാഷയുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത്. നമ്മളൊക്കെ കാണുന്നത് ഏറ്റവും വലിയ കാര്യം ഇത്തരം ഒരു സ്ഥലത്ത് എത്തപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതിലാണ് മാഷ് ഇനി ഒരു അവസാന ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടത്. അതിൽ മാഷ് ഉപയോഗിച്ച ട്രിക്ക് എന്തായിരുന്നു, അല്ലെങ്കിൽ മാഷിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് മാഷ് മുന്നോട്ട് കൊണ്ടുപോയത്. അത് വലിയ കാര്യമാണ്. കാരണം ഒരാൾ പോലും എതിർപ്പ് പറയാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ, അത് രാഷ്ട്രീയത്തിലാണെങ്കിൽ എതിർപക്ഷ രാഷ്ട്രീയക്കാർ പോലും ഇപ്പം അപ്പുകുട്ടൻ മാഷ എതിർ പറയാത്തൊരു അവസ്ഥയിൽ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇലക്ഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ 100% വോട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഫിഗറായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് മാഷക്ക് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഒന്നാമത് ഞാൻ എല്ലാവരോടും വളരെ നന്നായിട്ടാണ് പെരുമാറില്ല. വളരെ സ്നേഹപൂർവ്വം സൗഹൃദത്തോട് കൂടിയിട്ടുള്ളൊരു പെരുമാറ്റം എല്ലാവരോടും. ആരെയും അങ്ങനെ ആക്ഷേപിക്കുന്നതല്ല. പക്ഷെ പല പ്രശ്നങ്ങളും വരുമ്പം വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുകയും ചെയ്യും. അതിലങ്ങനെ എന്ത് ചെയ്താലും അനുകൂലിക്കുന്നതല്ല, ചെയ്യും. വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തിട്ടുണ്ട്, നല്ലോണം ശക്തമായി എതിർത്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാലും എനിക്കത് വിരോധമായിട്ട് കൊണ്ടു നടക്കാറില്ല. അങ്ങനെ ഒരു വെറുപ്പ് വെച്ച് നടത്തുന്ന പ്രശ്നമില്ല. എല്ലാവരും നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ്, ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ടവരാണ്. അവരെല്ലാവരും കൂട്ടായ പ്രവർത്തനത്തിലും കൂടിയാണ് നമ്മളെ സമൂഹം മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ സാമൂഹ്യ മുന്നോട്ടത്തിന് സഹായകമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി ഈ രംഗത്ത് ഉണ്ടാവണം എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കാര്യം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. അതായത് ഒരു ആരംഭ കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ട് വളർന്ന് പഠിച്ച് ഒരു സ്കൂൾ അധ്യാപകനായി, മലയാള അധ്യാപകനായി, പക്ഷേ പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് ചേർന്നു. അതിൻ്റെ ശക്തനായിട്ടൊരു വക്താവായിട്ട്, അതായത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാംസ്കാരിക മേഖലയിലെ ഏറ്റവും ഉന്നതങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അവസരം മാഷക്ക് ലഭിച്ചു. അത് വളരെ ഗംഭീരമായിട്ട് മാഷ് ഉപയോഗിക്കുകയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ളതിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ ചെയ്തു എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റിയതിന് ശേഷമാണ് അവിടെ നിന്നെല്ലാം മാഷ് പടിയിറങ്ങിയത്. ഒരാളോടും പരിഭവമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിദ്വേഷമോ കാണിക്കാതെ കണ്ട് ഇന്നും ഏറ്റവും എല്ലാവർക്കും സ്വീകാര്യനായിട്ടാണ് മാഷ് നിൽക്കുന്നത് എന്നുള്ളത് വലിയ സാംസ്കാരിക പ്രവർത്തനത്തിൽ, രാഷ്ട്രീയ പ്രവർത്തനം. അത് പക്ഷേ എനിക്ക് തോന്നുന്നത് മാഷിൻ്റെ ഒരു മാതൃക ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തീർച്ചയായിട്ടും ആവശ്യകതയാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം വളർത്തുന്നതിൽ മാഷ് പോലുള്ള ആളുകൾ വഹിച്ച പങ്ക് വളരെ കൂടുതലാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഞാനത് അവകാശപ്പെടുകയൊന്നുമില്ല. പക്ഷേ മാഷ അവകാശപ്പെടുന്നില്ലെങ്കിലും മാഷ അവകാശപ്പെടാതിരിക്കുന്നതാണ് മാഷ ഏറ്റവും വലിയ ഔന്നത്യം. ഈ പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. ഇത് വേണം, ഇത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇടതുപക്ഷം അനിവാര്യമാണ് എന്നുള്ള ഒരു വലിയ സാംസ്കാരിക ബോധമാണ് നമ്മളെയൊക്കെ നയിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇല്ലേ, അതായത് ഒരു നേരിൻ്റെ പക്ഷം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷത്തിനെ കൂട്ടുനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം. അതെ, തീർച്ചയായിട്ടും. അത് ഞാനിപ്പോൾ സംഗീത നാടക അക്കാദമി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തില്ല. എല്ലാ വിഭാഗക്കാർക്കും ആ തൃപ്തി ഉണ്ടാക്കി ഞാനത് നോക്കി പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കും ഒരു ദോഷവും തോന്നിയില്ല. പക്ഷേ നമ്മളെ രീതിയിൽ വരുമ്പോൾ അതിൻ്റെ ആ അടിസ്ഥാനപരമായ വീഴ്ചയൊന്നുമില്ല. പക്ഷെ എല്ലാവരെയും സഹായിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ചില പരിപാടിയെങ്കിലും പയ്യന്നൂരേക്ക് വന്നത്. അതിന് മുമ്പും പിമ്പും സംഗീത അക്കാദമിയുടെ പരിപാടി പയ്യന്നൂർ വന്നില്ല. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്.
പയ്യന്നൂർ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിലും അക്കാദമിൻ്റെ ഒരു പരിപാടി പോലും പയ്യന്നൂർ വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇല്ല. ഇപ്പം കേരള ഫോക്കുലർ അക്കാദമിൻ്റെ പരിപാടി പയ്യന്നൂർ വെക്കാൻ വേണ്ടി കഴിഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ പരിപാടി പയ്യന്നൂർ വെക്കാൻ വേണ്ടി കഴിഞ്ഞു. കേരള പൂരക്കളി അക്കാദമിൻ്റെ പരിപാടി പയ്യന്നൂർ വെക്കാൻ വേണ്ടി കഴിഞ്ഞു. കേരള ചലച്ചിത്ര അക്കാദമിൻ്റെ പരിപാടി പയ്യന്നൂർ വെക്കാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ കേരള സംഗീതയുടെ അക്കാദമീൻ്റെ പരിപാടി മാഷിന് ശേഷമോ മാഷിന് മുമ്പോ പയ്യന്നൂർ വന്നില്ല എന്നുള്ള ഒരു വിഷമം പയ്യന്നൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അല്ല, ശരിയാണ്. പയ്യന്നൂരേക്ക് പരിപാടി വരുന്നത് വളരെ കുറവാണ്. അക്കാഡമിക്കൊക്കെ എത്ര പരിപാടികളുണ്ട്. പയ്യന്നൂർ വന്നാൽ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാം. ഞാൻ കൊണ്ടുവന്നിട്ട് അസലായി വിജയിച്ചിട്ടുണ്ട്. അതെ, അത് സാധിക്കും. പിന്നെ എന്താ വെച്ചാൽ അവിടെ എത്തുന്നയാളുടെ താല്പര്യം വരുമല്ലോ. തീർച്ചയായും. അപ്പോൾ അവസാനിപ്പിക്കാം. ഓ അല്ലേ?